ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അവഗാഡ്രോ ലോയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നമ്മൾ രണ്ട് നിയമങ്ങളെ പറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ബോയിൽസ് ലോ അല്ലെ, ബോയിൽ നിയമം. എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? അതൊരു ഗ്യാസിന്റെ വോളിയത്തിനെയും പ്രഷറിനെയും പറ്റി പറഞ്ഞ നിയമമാണ് എന്ത്? ബോയിൽസ് ലോ എന്ന് പറയുന്നത് അല്ലെ. വ്യാപ്തിയും അതുപോലെ തന്നെ എന്താണ്, മർദ്ദത്തെ പറ്റിയും പറഞ്ഞത്. എന്നാൽ ചാൾസ് ലോയിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്? ഇതേ പറയുന്ന ഒരു ഗ്യാസ് ഉൾക്കൊള്ളുന്ന വ്യാപ്തം അല്ലെങ്കിൽ അതിൻ്റെ വോളിയം അതുപോലെ തന്നെ എന്താണ്, താപനിലയും പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അല്ലേ, വോളിയത്തിനെയും പ്രഷറിനെയും പറ്റി പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരുന്നു. വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും പറ്റി പറഞ്ഞപ്പോൾ എന്താണ്, മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്തായിരുന്നു, കോൺസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമതായി ഇന്ന് പഠിക്കാൻ പോകുന്നതാണ് അവഗാഡ്രോ ലോ. അപ്പോൾ അവഗാഡ്രോ ലോയിൽ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ രണ്ടാൾക്കാർ ആരൊക്കെയാണ്? പ്രഷറും ടെമ്പറേച്ചറും, അതായത് മർദ്ദവും താപനിലയും എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. പ്രഷറും ടെമ്പറേച്ചറും എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം, ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ട്, ഇത് വാതകങ്ങൾക്ക് മാത്രം, ഗ്യാസിന് മാത്രം വരുന്ന നിയമമാണെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. എങ്കിലേ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ കെമിസ്ട്രിയിൽ എവിടെയെങ്കിലും അവഗാഡ്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തെന്ന് ഓർമ്മ വരണം? എണ്ണം എന്ന് ഓർമ്മ വരണം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, പാർട്ടിക്കിളുകളുടെ എണ്ണത്തെ പറ്റിയാണ് എപ്പോഴും അവഗാഡ്രോ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ നിയമം എന്തിനെ പറ്റി പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റന്റ് ആയല്ലോ, പിന്നെ ആരാ ഉള്ളത്? വോളിയം. അപ്പോൾ ഒരു ഗ്യാസിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയവും അതിലടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇത് തമ്മിൽ പറയുന്ന, ഇത് തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്ന നിയമത്തിന്റെ പേരാണെന്ത്? അവഗാഡ്രോ ലോ. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പഠിക്കുക. എന്തുവാണ് അവഗാഡ്രോ ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാതകത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ഗ്യാസിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള എന്തിനെ പറ്റിയിട്ട്, അത് ഉൾക്കൊള്ളുന്ന വോളിയം, അതിരിക്കുന്ന ആ ഒരു വോളിയം, അതുപോലെ അതിനകത്ത് അടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഇവർ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയുന്ന നിയമമാണ് അവഗാഡ്രോസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ അവഗാഡ്രോ ലോ, റിലേഷൻ ബിറ്റ്വീൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ എ ഗ്യാസ് ആൻഡ് ഇറ്റ്സ് വോളിയം. ഇത് മനസ്സിലാക്കാൻ ഭയങ്കര എളുപ്പമാണ്, വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമുക്കൊന്നും അധികം കാര്യങ്ങളൊന്നും ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. നിങ്ങളൊരു എക്സാമ്പിൾ പറയുകയാണെ, ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഒരു ബലൂൺ നിങ്ങളുടെ കയ്യിൽ കിട്ടും, ഒരു ബലൂൺ കിട്ടും. നിങ്ങൾ അതിനെ ഊതി എന്ത് ചെയ്തു? വേർപ്പിച്ചു. സോ എത്രത്തോളം ഈ ബലൂൺ വേർത്തു എന്ന് പറയുമ്പോൾ അറിയാം, ബലൂണിന്റെ വലിപ്പം എന്ന് പറയുന്നത് അതിൻ്റെ എന്താണ്, അതിൻ്റെ വ്യാപ്തമാണ് അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രത്തോളമാണ് ഈ ബലൂണിന്റെ വോളിയം കൂടിയത്, എത്രത്തോളമാണ് ബലൂണിന്റെ വോളിയം കൂടിയത് എന്നുള്ളത് ഈ പറയുന്ന ബലൂണിനകത്തോട്ട് നിങ്ങൾ എത്ര ഗ്യാസ് ഊതി നിറച്ചു എന്നതിന് ഡിപ്പെൻഡ് ചെയ്യുമല്ലോ. അപ്പൊ എത്ര ഗ്യാസ് ഊതി നിറച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസിലുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ, പറയാമല്ലോ. ഒരു ബലൂൺ നമ്മൾ എടുക്കുന്നു, അത് ഊതി വേർപ്പിക്കും. സോ എത്രത്തോളമാണ് അത് വേർത്തത്, അതിൻ്റെ വോളിയം എത്രത്തോളമാണ് കൂടിയത് എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ എത്ര ഗ്യാസ് അതിൻ്റെ ഉള്ളിലോട്ട് ഊതി നിറച്ചു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ ഗ്യാസ് ഊതി നിറച്ചാൽ കൂടുതൽ വോളിയം കൂടും, കുറച്ച് ഗ്യാസ് നിറയ്ക്കുന്നുള്ളെങ്കിൽ വോളിയവും കുറവായിരിക്കും. അപ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം, അപ്പോൾ നമ്മൾ ഊതി നിറയ്ക്കുന്നത് ഗ്യാസ്. അവഗാഡ്രോ എപ്പോഴും ആരെ പറ്റി പറയുള്ളൂ? എണ്ണത്തെ പറ്റിയേ പറയുള്ളൂ. അവഗാഡ്രോയ്ക്ക് എല്ലാം എണ്ണി തിട്ടപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എണ്ണം, അപ്പോൾ എത്ര മോളിക്യൂൾ ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിൾ ഓഫ് ഗ്യാസ് നിങ്ങൾ ഈ പറയുന്ന ബലൂണിലോട്ട് ഊതി നിറച്ചു, അത്രത്തോളം അതിൻ്റെ വോളിയം കൂടിയിട്ടുണ്ടാകും. എങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മാത്തമെറ്റിക്കൽ ഭാഷയിൽ എന്ത് പറയാം? വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞൂടെ. അതായത് ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്, അത് ഞാൻ ആദ്യമേ പറഞ്ഞു, അത് മാറ്റി ഒരു കളിയില്ല. അതില്ലെങ്കിൽ ഇതൊന്നും ശരിയോ അല്ല. അപ്പോൾ വോളിയവും ടെമ്പറേച്ചറും പ്രഷറിലും നമ്മുടെ താപനിലയിലും മർദ്ദത്തിലും മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഒരു ഗ്യാസിന്റെ വോളിയം എന്ന് പറയുന്നത് അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇത് ഏതൊരു കുട്ടിക്കും അറിയാം അല്ല, ഇതൊരു സിമ്പിൾ നിയമമാണ്. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ നിയമത്തിന്റെ പേരാണ് അവഗാഡ്രോ നിയമം. ഇത് അതിന്റെ ഒരു ആസ്പെക്ട്. ഇനി ഇതിന് വേറൊരു രീതിയിലും പറയാം, ആ രീതി ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിൾ പറയാം. രണ്ട് ഫുട്ബോൾ എടുത്തു. ഓക്കെ, എന്തെടുത്തു? ഫുട്ബോൾ എടുത്തു. ഇതൊരു ഫുട്ബോള്, അതുപോലെ എന്ത് ചെയ്തു, മറ്റൊരു ബോൾ നിങ്ങൾ എടുത്തു. ഓക്കെ, ഒന്നിനകത്ത് നിങ്ങൾ ഓക്സിജൻ നിറച്ചു, രണ്ടിനകത്ത് നിങ്ങൾ എന്ത് നിറച്ചു? ഓക്സിജൻ നിറച്ചു. രണ്ടിനകത്ത് നിങ്ങൾ എന്ത് നിറച്ചു? ഓക്സിജൻ ഗ്യാസ് നിറച്ചു. എങ്കിൽ രണ്ടിടത്തെയും വോളിയം എന്ന് പറയുന്നത് ഇവിടെ സെയിം ആയിരിക്കോ വ്യത്യസ്തമായിരിക്കോ? സെയിം ആയിരിക്കും അല്ലേ, കാരണം ഒരേ വലിപ്പമുള്ള രണ്ട് ബോൾ. അപ്പോൾ അതിൻ്റെ വോളിയം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു? ഗ്യാസ് നിറച്ചു. എങ്കിൽ നമുക്ക് പറയാൻ പറ്റും, പ്രഷറും ടെമ്പറേച്ചറും ഇവിടെ മാറുന്നില്ല എങ്കിൽ
പ്രഷറും ടെമ്പറേച്ചറും ഇവിടെ മാറുന്നില്ലെങ്കിൽ, ഈ രണ്ട് ബോളിൻ്റെയും വോളിയം സെയിം ആണെങ്കിൽ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് അതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ, ഇതിപ്പോൾ ഇത്ര പ്രത്യേകിച്ച് എന്താ പറയാതിരിക്കുന്നത്? ഇവിടെയാണ് ട്വിസ്റ്റ്. ഇനി ഞാൻ ഒന്നിനകത്ത് ഓക്സിജനും മറ്റൊന്നിനകത്ത് നൈട്രോജൻ നിറച്ചാലും, ഇനി ഒന്നിനകത്ത് ഓക്സിജനും മറ്റൊന്നിനകത്ത് ഞാൻ ഹൈഡ്രോജൻ നിറച്ചാലും പ്രഷറിലും ടെമ്പറേച്ചറിലും മാറ്റമില്ലെങ്കിൽ ഒരേ വോളിയം ഓഫ് ഗ്യാസസിനകത്ത് ഒരേ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും കാണും. ഇതാണ് അവഗാഡ്രോ നിയമത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ പാടുള്ളൊരു സംഭവം. എന്തുവാണ്? ഒരേ വോളിയമുള്ള ഒരേ പ്രഷറിലും ടെമ്പറേച്ചറിലും ഇരിക്കുന്ന ഗ്യാസുകൾക്ക് അടങ്ങിയിട്ടുള്ള മോളിക്യൂളുകളുടെ എണ്ണം എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോളിയം ഓഫ് സെയിം ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഊഹിക്കാം, പക്ഷേ മനസ്സിലാക്കണം, ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഇനി തിരിച്ചു പറയാം, വേറൊരു രീതിയിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മോളിക്യൂളുകൾ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുമെന്ന് നിങ്ങളങ്ങ് വിചാരിക്കുക. മോളിക്യൂളുകൾ നമുക്ക് കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 5 മോളിക്യൂൾ ഓഫ് ഹൈഡ്രോജൻ എടുത്തു. അതുപോലെ തന്നെ 5 മോളിക്യൂൾ ഓഫ് എന്തെടുത്തു? നൈട്രോജൻ എടുത്തു. 5 മോളിക്യൂൾ ഓഫ് എന്തെടുത്തു? ഓക്സിജൻ എടുത്തു. എങ്കിൽ ഇത് മൂന്നും ഇരിക്കുന്നത് എന്തിലായിരിക്കും? ഒരേ വോളിയത്തിലായിരിക്കും. എന്ന് വെച്ചാൽ അത് ഒക്കുപ്പൈ ചെയ്യാനിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഒന്ന് തന്നെ ആയിരിക്കും എന്നതാണ് അവഗാഡ്രോ പറഞ്ഞത്. അപ്പോൾ അല്പമെങ്കിലും ചിന്തിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചോദ്യം വന്നിട്ടുണ്ടാകും. ടെക്സ്റ്റ് ബുക്കിലും അത് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരാൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ട്. സാറേ, ഈ നൈട്രോജന്റെ മോളിക്യൂളും ഹൈഡ്രോജന്റെ മോളിക്യൂളും ഓക്സിജന്റെ മോളിക്യൂളും ഒരേ വലിപ്പമാണോ? ഒരേ വലിപ്പമാണെങ്കിൽ അല്ലേ ഒരേ നമ്പർ ഇരിക്കുമ്പോൾ ഒരേ വോളിയം ഇരിക്കുകയുള്ളൂ? ആണോ? അല്ലേ ഒരേ വലിപ്പത്തിലാണെങ്കിലല്ലേ ഒരേ നമ്പർ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ അങ്ങനെ പറഞ്ഞത്? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഈ തിയറി ആർക്ക് മാത്രമാണ് ബാധകം? മാഞ്ഞുപോയോ? ഈ തിയറി ആർക്ക് മാത്രമാണ് ബാധകം? ഇത് വാതകങ്ങൾക്ക് അഥവാ ഗ്യാസുകൾക്ക് മാത്രമാണ് ബാധകം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസുകളെ പറ്റി പഠിച്ചപ്പോൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു. ഈ ഗ്യാസിന്റെ വോളിയം, അത് ഒക്കുപ്പൈ ചെയ്യാനിരിക്കുന്ന വോളിയവും അതിനകത്തുള്ള പാർട്ടിക്കിൾസിന്റെ വോളിയം നോക്കുമ്പോൾ അത് ഭയങ്കര നെഗ്ലിജിബിളാണ്. മനസ്സിലായോ? എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു ഗ്യാസ് ഇരിക്കുന്ന വോളിയം എന്ന് പറഞ്ഞാൽ അതിന്റെ മുക്കാൽ സ്ഥലം എന്താണ്? എം ടി ആണ്, സ്പേസ് ഇല്ല. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്യാസിനകത്ത് ഈ പറയുന്ന മോളിക്യൂളുകളുടെ വലിപ്പ വ്യത്യാസം എന്താണ്? നെഗ്ലിജിബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഡിഫറൻറ്റ് വലിപ്പത്തിലുള്ള ഗ്യാസുകൾക്കും ഒരേ വോളിയം വന്നത്. പിടികിട്ടിയോ? ഇവിടെ ഒരു ഗ്യാസ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് വളരെ ദൂരെയല്ലേ ഇരിക്കുന്നത്. അപ്പം ഈ പറയുന്ന ഒരു പാർട്ടിക്കിളിന്റെ വലിപ്പവും അത് ഒക്കുപ്പൈ ചെയ്യുന്ന വലിപ്പവും നോക്കിയാൽ എന്താണ്? ഇത് ഭയങ്കര ചെറുതാണ്, നമുക്ക് നെഗ്ലിജിബിൾ ആയിട്ട് കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചെറുതായാലും കുറച്ച് വലുതായി പോയെന്ന് വെച്ചിട്ടും മൊത്തം വോളിയത്തിൽ അത് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കത്തില്ല. അതുകൊണ്ടാണ് വ്യത്യസ്ത വലിപ്പമുള്ള ഓക്സിജൻ മോളിക്യൂളായാലും ഹൈഡ്രോജൻ മോളിക്യൂളായാലും നൈട്രോജൻ ആയാലും ഒക്കുപ്പൈ ചെയ്യാൻ എന്ത് വേണ്ടത്? സെയിം സ്പേസ് വേണ്ടത്. ഇത് എല്ലാവർക്കും ഇത് കത്തി കാണത്തില്ല, ഇത് എല്ലാവർക്കും സംശയം വന്നിട്ടുണ്ടാകത്തില്ല. സംശയം നിങ്ങൾക്ക് വന്നിട്ടുണ്ടേ നിങ്ങൾ എന്താണ് സയൻസ് പഠിക്കാൻ നല്ല പ്രാപ്തരാണെന്ന് മനസ്സിലാക്കുക. ഈ സംശയത്തിൽ നിന്നാണ് സയൻസ് എന്ന് പറയുന്ന വിഷയം തന്നെ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഡൗട്ട് വരണം അല്ലെ? പഠിപ്പിക്കുന്ന സാറ് പറഞ്ഞു തന്നാലും ആര് പറഞ്ഞു തന്നാലും നിങ്ങൾ ചിന്തിക്കണം. അല്ല, ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ 5 നൈട്രോജൻ മോളിക്യൂൾ എടുത്ത് വെച്ചാലും 5 ഹൈഡ്രോജൻ മോളിക്യൂൾ വെച്ചാലും 5 ഓക്സിജൻ മോളിക്യൂൾ വെച്ചാലും അത് ഒരേ വലിപ്പത്തിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരേ വോളിയത്തിലാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്ക് സംശയം വരത്തില്ലേ? ഒരേ വലിപ്പമാണോ? ഹൈഡ്രോജൻ ചെറുതല്ലേ, നൈട്രോജൻ കുറച്ചുകൂടി വലുതല്ലേ, ഓക്സിജൻ അതിനേക്കാളും വലുതല്ലേ? അങ്ങനെയല്ലേ വരത്തുള്ളൂ, വലിപ്പം നമ്മളല്ലേ. സോ ഗ്യാസ് മോളിക്യൂൾസിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്നത് ഭയങ്കര ചെറുതാണ് മൊത്തം ഇരിക്കുന്ന വോളിയത്തിന് വെച്ച്. അതുകൊണ്ടാണ് ലിക്വിഡിനും സോളിഡിനും നമുക്കിത് പറയാനായിട്ട് പറ്റത്തില്ല, ഗ്യാസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ നിയമത്തിന്റെ പേരാണ് അവഗാഡ്രോ നിയമം. ഒന്നും കൂടി ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. അവഗാഡ്രോ നിയമത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്യാസ് ഇരിക്കുന്ന വോളിയം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എത്ര പാർട്ടിക്കിൾസ് അകത്തോട്ട് കൊടുക്കുന്നു അത്രത്തോളം അതിന്റെ വോളിയം കൂടും. പാർട്ടിക്കിൾസ് കുറച്ചാൽ വോളിയം കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ബലൂൺ ഊതി വീർപ്പിക്കുമ്പോൾ അതിന്റെ വലിപ്പം കൂടുന്നതും കാറ്റ് തുറന്നു വിടുമ്പോൾ അത് ചെറുതാവുന്നതും. അത് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിൾ പോയിന്റ്. മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരേ വോളിയത്തിലുള്ള 2 ഗ്യാസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത് രണ്ടിനകത്തും കാണുന്ന പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് ഏത് ഗ്യാസ് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ലെങ്കിൽ മറ്റൊരു രീതി പറയാം, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് ദ ഡിഫറെന്റ് ഗ്യാസസ് ഒക്കുപ്പൈ ഈക്വൽ വോളിയം. അതായത് ഞാൻ 5 നമ്പർ ഓഫ് ഓക്സിജൻ എടുത്താലും 5 നൈട്രോജൻ എടുത്താലും 5 കാർബൺ എടുത്താലും, കാർബണും ഗ്യാസ് അല്ലല്ലോ,
എന്താണ് നൈട്രജൻ എടുത്താലും ഇത് ഒക്കുപൈ ചെയ്യാനിരിക്കുന്ന സ്പേസ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇതാണ് അവഗാഡ്രോയുടെ നിയമം എന്ന് പറയുന്നത്. ബലൂൺ നമ്മൾ വീർപ്പിക്കുമ്പോൾ വീർക്കുന്നതായാലും ഫുട്ബോളിൽ നമ്മൾ എയർ നിറയ്ക്കുന്നതായാലും ഇതൊക്കെ എന്താണ്, അവഗാഡ്രോ നിയമത്തിന്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞേ, അവഗാഡ്രോ എപ്പോഴും എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്, എണ്ണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തെയും വോളിയത്തിനെയും പറ്റി പറഞ്ഞ നിയമമാണ് അവഗാഡ്രോ നിയമം. അവഗാഡ്രോ നിയമത്തിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, രണ്ട് രീതിയിലാണ് പറയുന്നത് അല്ലെ. ഒന്നെന്താണ്, ടെമ്പറേച്ചറിലും പ്രഷറിലും മാറ്റമില്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തിനാണ്, നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അടുത്ത്, ഒരേ വോളിയത്തിൽ ടെമ്പറേച്ചറും പ്രഷറിനും മാറ്റമില്ല, അതെപ്പോഴും പറഞ്ഞില്ലെങ്കിൽ നിയമം തെറ്റാണ്. ഈ ലൈൻ എഴുതിയില്ലെങ്കിൽ ഈ നിയമം തെറ്റാണ് കേട്ടോ, മനസ്സിലാക്കുക. ഒരേ വോളിയത്തിലിരിക്കുന്ന രണ്ട് ഗ്യാസസ്, വ്യത്യസ്തമായ രണ്ട് വാതകങ്ങൾ, പക്ഷേ അതിനകത്ത് കാണുന്ന മോളിക്യൂളുകളുടെ എണ്ണം എന്തായിരിക്കും, സെയിം ആയിരിക്കും. അല്ലെങ്കിൽ ഒരേ ടെമ്പറേച്ചറിലും പ്രഷറിലും ഇരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള എണ്ണത്തിലുള്ള വാതക മോളിക്യൂളുകളുടെ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അതായത് നിങ്ങൾ 1 ലിറ്റർ ഓഫ് ഓക്സിജൻ എടുത്താലും 1 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ എടുത്താലും ടെമ്പറേച്ചറും പ്രഷറും സെയിം ആണെങ്കിൽ രണ്ടിലും ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കാണുന്നത് എന്ന് പറയുന്ന നിയമത്തിന്റെ പേരാണ് അവഗാഡ്രോ ലോ. ഇതാണ് അവഗാഡ്രോ ലോ. സെറ്റ് അല്ലേ? അപ്പോൾ ഇതിന്റെ ആപ്ലിക്കേഷൻസിനകത്ത് രണ്ടെണ്ണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്ന് ബലൂൺ നിറയ്ക്കുമ്പോൾ അല്ലേ, നമ്മൾ ബലൂൺ ഊതി നിറയ്ക്കുമ്പോൾ മോളിക്യൂളുകളുടെ എണ്ണം കൂടുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, വോളിയവും കൂടുന്നു. ഇനി എയറിൽ നമ്മൾ ടയറിലായാലും അതുപോലെ ഒരു ഫുട്ബോളായാലും എയർ നിറയ്ക്കുമ്പോൾ അല്ലേ, അതിനകത്തുള്ള വാതക മോളിക്യൂളുകളുടെ എണ്ണം കൂടുമ്പോൾ ആ ബലൂൺ വീർത്ത് വരും, അല്ലെങ്കിൽ എന്ത് പറ്റും, അത് മാറും. റെസ്പിറേഷൻ, നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് വലിക്കുമ്പോൾ നമ്മുടെ ലങ്സ് വികസിക്കുന്നു. അപ്പോൾ വികസിക്കുന്നത് എന്തുകൊണ്ടാണ്, കാരണം കൂടുതൽ മോളിക്യൂൾ വരുന്നു, അപ്പോൾ വോളിയം ഓഫ് ദ ലങ്സ് ഇൻക്രീസസ്. നമ്മുടെ എയർ ബാഗ് എന്ന് പറയുന്നത് എയർ ബാഗിനകത്തൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കും, അത് കാരണം എന്ത് പറ്റും, കൂടുതൽ മോളിക്യൂളുകൾ ഉൽപ്പാദിപ്പിക്കും, അതുകൊണ്ടാണ് എയർ ബാഗ് പെട്ടെന്ന് വിയർത്ത് വരുന്നത്. ഈ ഏത് ഉദാഹരണം എടുത്താലും അതെല്ലാം എന്തിൻ്റെ എക്സാമ്പിളാണ്, അവഗാഡ്രോ നിയമത്തിൻ്റെ എക്സാമ്പിളാണ്. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ സിമ്പിൾ, കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചോദ്യം വരുമ്പോഴത്തേക്ക് പണി കിട്ടും. ഓക്കെ ആണല്ലോ? സോ ഈ ബേസിക് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ നിങ്ങൾക്ക് എന്താണ് അവഗാഡ്രോ നിയമം എന്നുള്ളത്. അപ്പോൾ അവഗാഡ്രോ എപ്പോഴും എണ്ണത്തെ പറ്റി പറയും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച രണ്ട് നിയമങ്ങൾ, 3 നിയമം പഠിച്ചു. അല്ല, അവഗാഡ്രോയെ വിട്ടേക്ക് ബാക്കി രണ്ടെണ്ണം. അതൊക്കെയാണ് ബോയിൽസ് ലോയും ചാൾസ് ലോയും കൂടി നമുക്ക് കമ്പൈൻ ചെയ്ത് എഴുതാം. അതിനാണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്, വേറൊന്നുമില്ല. ബോയിൽ എന്താ പറഞ്ഞേ, വോളിയം എന്ന് പറയുന്നത് എന്താണ്, പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/p എന്ന് എഴുതും. ചാൾസ് നിയമം എന്താ പറഞ്ഞേ, ടെമ്പറേച്ചറുമായിട്ടുള്ള ബന്ധമാണ് അല്ലേ. വോളിയം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടും. രണ്ടും കൂടെ ഒരുമിച്ച് എഴുതിയാൽ എന്തായിരിക്കും, വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു T/P എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കറിയാം എല്ലാ വാതകത്തിൻ്റെയും വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് ഒരുപോലെ അല്ല, എല്ലാ ഗ്യാസിൻ്റെയും പ്രഷറും വോളിയം മാറുന്നത് ഒരുപോലെയല്ല. അപ്പോൾ ഇവിടെ എന്ത് വേണം, ഒരു കോൺസ്റ്റൻറ്റ് വേണം. സോ നമ്മൾ എഴുതിയ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു എന്താണ്, T/P. നമ്മളത് ബാക്കി രണ്ട് നിയമത്തിൽ ചെയ്ത പോലെ കോൺസ്റ്റൻറ്റ് ഇവിടെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള മാതിരി പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ എന്ത് പറ്റും, വോളിയം അവിടെ ഓൾറെഡി ഉണ്ട്, ഇവിടെ ബൈ പ്രഷർ ഡിവൈഡഡ് ബൈ പ്രഷർ അപ്പുറത്ത് പോകുമ്പോൾ ഇൻറ്റു പ്രഷർ ആകും അല്ലേ, എന്തുവാകും, ഇൻറ്റു പ്രഷർ ആകും. അപ്പോൾ നമുക്ക് P ഇവിടെ ആദ്യം എഴുതാം. അടുത്ത് ഇവിടെ ഇൻറ്റു T എന്ന് പറയുന്നത് അവിടെ എത്തുമ്പോൾ എന്താവും, ബൈ T ആവും. സോ നമുക്ക് അതെന്താണ്, ആ പറയുന്ന കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടും കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ PV/T എന്ന് കിട്ടും. എന്താണ്, PV/T. അപ്പോൾ നമ്മളൊരു ഗ്യാസിൻ്റെ, നമുക്കറിയാം ഒരു ഗ്യാസിനെ സംബന്ധിച്ച് നമ്മൾ അപ്പോഴും എന്താ ചെയ്ത്, P1V1 = P2V2 അല്ലേ, P1/T1 = P2/T2 ചെയ്ത പോലെ ഒരു ഗ്യാസിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന പ്രഷർ എന്ന് പറയുന്ന P1V1T1 പിന്നീട് അത് P2V2/T2 മാറിയാലും അതിൻ്റെ റേഷ്യോ മാറത്തില്ല. അതായത് നമ്മളതിൻ്റെ P1 × V1/T1 എടുത്തിട്ട് അതിനെ നമ്മൾ P2 × V2/T2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും എപ്പോഴും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യണം. അപ്പോൾ കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, P1V1/T1 എന്ന് പറയുന്നത് P2V2 എന്താണ്, T2 ഈക്വൽ ആയിരിക്കും എന്നുള്ളത് കാണാതെ പഠിച്ചോളണം. അപ്പോൾ P1V1/T1 = P2V2/T2. അവഗാഡ്രോ നിയമം പറഞ്ഞാൽ എന്താണ്, വോളിയവും നമ്പർ ഓഫ് പാർട്ടിക്കിൾസും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടിയാൽ വോളിയം കൂടും, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയുമ്പോഴാണ് വോളിയം കുറയുന്നത്. അതുപോലെ ഒരേ വോളിയത്തിലുള്ള രണ്ട് വാതകങ്ങൾ എടുത്താൽ അതിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം സെയിം, അല്ലെങ്കിൽ ഒരേ അളവിൽ രണ്ട് ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസ് എടുത്താൽ അവിടുത്തെ വോളിയം എന്തായിരിക്കും, സെയിം ആയിരിക്കും. പ്രൊവൈഡഡ് അത് ഗ്യാസ് ആയിരിക്കണം, അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും എന്ത് ചെയ്യരുത്, മാറാനും പാടില്ല. തെറ്റല്ലേ? ഇനി നമുക്ക് മോൾ കോൺസെപ്റ്റ് പഠിക്കണം. അതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന ഒരു ചോദ്യം നമുക്കൊന്ന് ചെയ്യാൻ ശ്രമിച്ചാലോ. ചോദ്യം പറയുന്നത് എന്താ, ഒരു ഗ്യാസ് ഉണ്ട്, അതിൻ്റെ വോളിയം ഉണ്ട്. ഓക്കെ, ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് മാസ് ഓഫ് ഗ്യാസ് 180 m. അപ്പോൾ പ്രഷർ എന്ന് പറയുന്നത് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. അതുപോലെ 300 കെൽവിനാണ് ടെമ്പറേച്ചർ. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് 30 ലിറ്ററുമാണ്. എങ്കിൽ
273 കെൽവിൻ ടെമ്പറേച്ചറിലും 0.5 അറ്റ്മോസ്ഫിയറിക് പ്രഷറും ആവുന്ന സമയത്ത് അതിൻ്റെ വോളിയം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മറ്റതുപോലെ 3 തന്നിട്ട് ഇപ്പോൾ 3 ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? അതിനകത്തുള്ള 2 തന്നിട്ട് 3 കണ്ടുപിടിക്കാൻ ചോദിക്കുന്ന പരിപാടി. അപ്പോൾ നമ്മളിങ്ങനെ ചോദ്യം കിട്ടി ആദ്യം എന്ത് ചെയ്യണം? തന്നിട്ടുള്ള അടുത്ത് എഴുതണം. ആദ്യം തന്നേക്കുന്നതൊക്കെ 1 ആയിട്ട് എഴുതുക. P1 ഒരു അറ്റ്മോസ്ഫിയറിക്, മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത് T1 ടെമ്പറേച്ചർ എത്രയാണ്? 300 കെൽവിൻ. അടുത്ത് വോളിയം V1 എന്ന് പറയുന്നത് എത്രയാണ്? 30 ലിറ്റർ. ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം നമുക്ക് തൽക്കാലം ഇല്ല. അടുത്ത് പിന്നെ എന്ത് തന്നിട്ടുണ്ട്? P2 എത്രയാണ്? 2 സെക്കൻഡ് പ്രഷർ എത്രയാണ്? 0.5 ATM അറ്റ്മോസ്ഫിയറിക് അല്ലേ. അടുത്ത് T2 എത്രയാണ്? 273 കെൽവിൻ. അങ്ങനെയാണെങ്കിൽ പുതിയ വോളിയം കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ. എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ പറയുന്നത്? P1 V1 by T1 is equal to P2 V2 by T2. അപ്പം നമുക്ക് ഇങ്ങോട്ടൊന്ന് ഞാൻ മാറ്റി എഴുതാം, സ്ഥലക്കുറവ് കാരണം. അറിയാലോ നിങ്ങൾ നമ്മളെ ചാനൽ സക്സസ്ഫുൾ ആയിട്ട് വേണം എനിക്ക് എന്ത് വാങ്ങാൻ? ഐപാഡൊക്കെ വാങ്ങാൻ അല്ലേ. അപ്പോൾ അതിന് മുമ്പ് ഞാനെനിക്കൊരു നോട്ടിനകത്ത് എഴുതാം കുറച്ചുകൂടി ഈസി ആയിട്ട്. കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഇതാ കിടപ്പുണ്ട്, ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം P1 V1 by T1 is equal to P2 V2 by T2. കണ്ടുപിടിക്കാനുള്ള എന്താണ്? V2 ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യണം? അങ്ങോട്ട് പോകണം. അപ്പോൾ എന്ത് പോവും? P1 അവിടെയുണ്ട്, V1 അവിടെ ഉണ്ട്. ഈ T2 മുകളിൽ പോവും. അപ്പോൾ ഇൻറ്റു T2 ബൈ T1 അവിടെയുണ്ട്, ഈ P2 താഴെ വരും. ഇതാണ് എന്ത്? പുതിയ വോളിയം എന്ന് പറയുന്നത്. എഴുതി അങ്ങ് പോയാൽ പോലെ. P1 എന്താണ്? പ്രഷർ, ഫസ്റ്റ് പ്രഷർ എത്രയാണ്? 1 ഇൻറ്റു വോളിയം എത്രയാണ്? 30 ഇൻറ്റു രണ്ടാമത്തെ ടെമ്പറേച്ചർ എത്രയാണ്? 273 ഡിവൈഡഡ് ബൈ ആദ്യത്തെ ടെമ്പറേച്ചർ എത്രയാണ്? T1 എന്ന് പറയുന്നത് 300 ഇൻറ്റു പുതിയ പ്രഷർ P2 എത്രയാണ്? P2 എത്രയാണ്? 0.5 അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 5/10 എടുത്തിട്ട് 10 മുകളിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 0.5 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. 1 ഇൻറ്റു 30 തന്നെ. 30 ഇൻറ്റു 273 ബൈ 300 ഇൻറ്റു 0.5. ഞാൻ വേണമെങ്കിൽ ഇതിനെ 5/10 എന്നിട്ടിട്ട് 10നെ മുകളിൽ കൊണ്ടുപോകാം, ചെയ്യാനുള്ള എളുപ്പത്തിന്. സോ ഒരു പൂജ്യവും വെട്ടിപ്പോയി, ഒരു പൂജ്യവും വെട്ടിപ്പോയി. 3 ഇൻറ്റു 273 ബൈ 3 ഇൻറ്റു 5 ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 273 ബൈ 3 ഇൻറ്റു 5 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ ചെയ്യുമ്പോൾ നമുക്ക് 54.6 ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, 54.6 ലിറ്റർ എന്ന് കിട്ടും. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ട് വേണം എപ്പോഴും ചെയ്യാൻ, അല്ലാതെ വലിയ സംഖ്യകളിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും. ഓക്കെ, അടുത്ത ഇവിടെ ടെക്സ്റ്റ് ബുക്ക് മറ്റൊരു ചോദ്യം തന്നിട്ടുണ്ടല്ലോ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്കൊന്ന് ചെയ്യാൻ നോക്കാം. ചോദ്യം എന്താ പറയുന്നത് നോക്കിയേ. ദ വോളിയം ഓഫ് എ ഗ്യാസ് അറ്റ് 27 degrees Celsius, ഓക്കെ, ആൻഡ് 1 atmosphere ഈസ് 100 ml. What will be its volume at 273 Kelvin, temperature 2 atmospheric. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ യൂണിറ്റുകളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം പ്രഷർ P1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 atmosphere. അത് തെറ്റൊന്നുമില്ല, അത് തന്നെ മതി. അടുത്ത് V1 എന്ന് പറയുന്ന, അല്ലെങ്കിൽ T1 എടുക്കാം അല്ലേ. T1 എന്ന് പറയുന്നത് എത്രയാണ്? അത് 27 ഡിഗ്രി സെൽഷ്യസ്. അടുത്ത് V1 എന്ന് പറയുന്നത് എത്രയാണ്? 100 മില്ലി ലിറ്റർ. ഓക്കെ, അടുത്ത് P2 എന്ന് പറയുന്നത് എത്രയാണ്? 2 അറ്റ്മോസ്ഫിയർ. അപ്പോൾ രണ്ടിടത്തും അറ്റ്മോസ്ഫിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ചേഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. T2 എന്ന് പറയുന്നത് എത്രയാണ്? 273 കെൽവിൻ ആണ്. അപ്പോൾ ഒരു പ്രശ്നമുണ്ട് അല്ലേ. ഇവിടെ ഡിഗ്രി സെൽഷ്യസിലാണ്, ഇവിടെ കെൽവിനിലാണ്. അപ്പോൾ യൂണിറ്റ് മാറ്റണം. നമ്മളെപ്പോഴും ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലോട്ട് മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ 27ൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? 273 കൂട്ടിയാൽ കെൽവിൻ കിട്ടും. അപ്പോൾ എത്ര? 300 എന്ന് കിട്ടും അല്ലേ. 300 കെൽവിനാണ് അപ്പോൾ ടെമ്പറേച്ചർ. അടുത്ത് V2 എന്ന് പറയുന്നത് അറിയില്ല, കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ വോളിയം നോക്കുമ്പോൾ ml ആണ്. ഇവിടെ നമ്മൾ മില്ലി ലിറ്റർ കണ്ടുപിടിച്ചാൽ ഉത്തരം കറക്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ലിറ്ററിലോട്ട് നിങ്ങൾക്ക് മാറ്റാം. സോ ഫോർമുല നമുക്ക് എഴുതാം. ഇപ്പോഴും അപ്പുറത്ത് യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാതിരിക്കും മാക്സിമം. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ പറയുന്ന യൂണിറ്റ് തന്നെ ആയിരിക്കണം അപ്പുറത്ത്. അത് കോമൺ സെൻസ് അല്ലേ. ഫോർമുല എഴുതാം. P1 V1 by T1 is equal to P2 V2 by T2. കണ്ടുപിടിക്കാനുള്ളത് V2 ആണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്ത് എന്ത് ചെയ്യണം? കൊണ്ടുപോകണം. P1ഉം V1ഉം അവിടെ ഉണ്ട്. ഈ T2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇൻറ്റു T2 ആവും ബൈ ഈ P2 താഴെ വരുമ്പോൾ T1 ഇൻറ്റു എന്താവും? P2 എന്നാവും. അതാണ് നമ്മുടെ പുതിയ വോളിയം എന്ന് പറയുന്നത്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 100
ഇൻറ്റു T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് 273 ഡിവൈഡഡ് ബൈ T1 എന്ന് പറഞ്ഞാൽ എത്രയാണ് 300 കെൽവിൻ. അവിടെ 300 എടുത്തോളണേ. ഇൻറ്റു P2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇൻറ്റു 2. ഇതാണ് പുതിയ വോളിയം V2 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 0 0 കട്ടായി പോകും. അപ്പോൾ 273/6 എന്ന് കിട്ടും അല്ലേ. ഇവിടെ 1 × 273 അല്ലേ കിട്ടും. എത്രയാണ് അപ്പോൾ 273/3 × 2 6 എന്ന് കിട്ടും. ചെയ്യുമ്പോൾ നമുക്ക് 45.5 ml എന്ന് കിട്ടും. ഓക്കെ, അതിന് ബൈ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിറ്ററിലോട്ട് മാറ്റാനും പറ്റും. സോ നമുക്ക് തൽക്കാലം ഞാൻ ml ചെയ്ത് നിർത്തുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, ലിറ്ററിലോട്ട് മാറ്റിയിട്ട് എത്ര ഉത്തരം കിട്ടുമെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് വരുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ V2 കണ്ടുപിടിച്ചു. എപ്പോഴും V2 തന്നെ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. P1 ആകാം, P2 ആകാം, T1 ആകാം, T2 ആകാം, എന്ത് വേണമല്ലോ ആവാം. തെറ്റാണ് എങ്കിൽ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? കുഴപ്പമില്ലല്ലോ, മോൾ കോൺസെപ്റ്റോടെ പഠിക്കാമല്ലോ. അല്ലെങ്കിൽ കെമിസ്ട്രി ക്ലാസ്സിന് അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണെന്നാണ് പറയുന്നത്. സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ സ്പീഡ് ചെയ്യാം. മോൾ കോൺസെപ്റ്റ് പല പിള്ളേർക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ള സാധനമാണ് മോൾ കോൺസെപ്റ്റ്. അപ്പോൾ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയും ഇത് പറഞ്ഞത് ആരാണ്? ഇത് അവഗാഡ്രോയാണ് പറഞ്ഞത്. അപ്പോൾ അവഗാഡ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് വരും? അവഗാഡ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും എന്ത് വരും? എണ്ണത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയും പാർട്ടിക്കിൾസിനെ എണ്ണുന്ന രീതിയെ പറ്റിയാണ് ആര് പറഞ്ഞത്? അവഗാഡ്രോ പറഞ്ഞത്. അതാണ് മോൾ കോൺസെപ്റ്റ്. അപ്പോൾ മോൾ കോൺസെപ്റ്റ് പറയുന്ന ഒന്നുമില്ല. എടാ നിങ്ങൾ ഇവിടെ പറയുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുക. നിങ്ങൾ ഒരു പെയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് 2 എണ്ണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അവഗാഡ്രോയും പാർട്ടിക്കിൾസിൻ്റെ മോളിക്യൂൾസിൻ്റെ ആയിക്കോട്ടെ, ആറ്റത്തിൻ്റെ ആയിക്കോട്ടെ, എന്തിൻ്റെയും എണ്ണത്തെ പറ്റി പറയുന്ന ആളുമാണ്. അപ്പോൾ ഒരു പെയർ എന്ന് വെച്ചാൽ 2 എണ്ണം, ഒരു ഡസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12, ഒരു സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20. ഇതെനിക്ക് അറിഞ്ഞൂടെ, ഞാനും കേട്ടിട്ടില്ല കേട്ടോ. ഒരു ഗ്രോസ് എന്ന് വെച്ചാൽ 144, അത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ആകെ കേട്ടിട്ടുള്ളത് ഒരു പെയർ എന്ന് വെച്ചാൽ 2, ഒരു ഡസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 12. ഇതുപോലെ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മോളിക്യൂള്, ആറ്റം പോലെയുള്ളവ എണ്ണാനും നമുക്ക് എന്ത് വേണം? ഇതുപോലത്തെ ഒരു സാധനം വേണം. അതായത് ആ ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ഗിവൺ നമ്പർ, ഒരു നിശ്ചിത നമ്പർ നിങ്ങളുടെ മനസ്സിൽ വരണം. ആ പറയുന്ന വാക്കിൻ്റെ പേരാണ് മോള്. എന്താണ്? മോള്. ഒരു മോൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരണം അതെന്ന് പറയുന്നത് 6.022 × 10⁻23 എണ്ണം. ഇത്രയും എണ്ണത്തെ ഒറ്റ വാക്കിൽ പറയുന്ന വാക്കാണ് ഒരു മോള്. കിട്ടിയ ഒരു ഡസൺ വള എന്ന് പറഞ്ഞാൽ 12 വള ഉണ്ടാവും. അപ്പോൾ ഒരു മോൾ വള എന്ന് പറഞ്ഞാൽ അവിടെ 6.022 × 10⁻23 എണ്ണം വലിയ ബുദ്ധിമുട്ടാണ്. അത്ര എണ്ണം ഉണ്ടാവും. അപ്പോൾ പാർട്ടിക്കിൾസുകൾ ഈ പറയുന്ന നമുക്ക് കെമിക്കൽ റിയാക്ഷനുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തെ പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം പക്ഷെ നമുക്ക് അല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എണ്ണി കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ ഇമ്പോസിബിളാണ്. അപ്പോൾ ഈ പറയുന്ന എണ്ണത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കണക്കാക്കാം. അതായത് ഒരു മോൾ എന്ന് വെച്ചാൽ അത് 6.022. അതിപ്പോൾ ഒരു മോൾ ഹൈഡ്രജൻ എന്ന് വെച്ചാൽ അതിനകത്ത് 6.022 × 10⁻23 എണ്ണം കാണും. ഒരു മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 6.022 × 10⁻23. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച അവഗാഡ്രോ നിയമത്തിൻ്റെ ഒരു കണക്ഷൻ വന്നില്ലേ? അവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ ഞാൻ ഒരു മോൾ ഓഫ് ഹൈഡ്രജനും ഒരു മോൾ ഓഫ് നൈട്രജനും എടുത്താൽ എന്തായിരിക്കും? ഈക്വൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അവരിയ്ക്കുന്ന ഒരേ വോളിയത്തിലായിരിക്കും. കണ്ടോ? എണ്ണം എന്ന് പറയുന്നതിന് പകരം ഇനി എന്ത് പറയണം? 1, 2, 3 എന്നുള്ള എണ്ണത്തിന് വരെ നിങ്ങൾ മോൾ എന്ന് പറഞ്ഞാൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ടൈനി പാർട്ടിക്കിൾസിന് നമുക്ക് എന്താണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് ഒക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എണ്ണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവഗാഡ്രോ കണ്ടെത്തിയതാണ് എന്ത്? മോൾ ഇസ് എ ക്വാണ്ടിറ്റി ഓഫ് സബ്സ്റ്റൻസ് കണ്ടെയ്നിങ് 6.022 × 10⁻23 ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ ആയിരിക്കാം. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഇരിക്കുന്ന അവഗാഡ്രോ അപ്പൂപ്പനായിരിക്കും ഇത് കണ്ടുപിടിച്ചു കാണും. പക്ഷേ അവഗാഡ്രോ ഒന്നും അല്ല ഇത് കണ്ടുപിടിച്ചു. അവഗാഡ്രോ എന്ത് പറഞ്ഞിട്ട് പോയി? അവഗാഡ്രോ നിയമം പറഞ്ഞിട്ട് പോയി. അവഗാഡ്രോക്ക് എണ്ണമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നാൽ പിൽക്കാലത്ത് വന്ന സയൻറ്റിസ്റ്റുമാർ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. എങ്കിലും ആദ്യം ഇതിനെപ്പറ്റി എണ്ണത്തെ പറ്റി പറഞ്ഞത് നമ്മൾ അവഗാഡ്രോ അപ്പൂപ്പനല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് അവഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞു. അപ്പോൾ അവഗാഡ്രോ നമ്പർ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? എണ്ണത്തെ പറ്റി പറഞ്ഞു. കണ്ടോ? അപ്പോൾ NA എണ്ണത്തെ പറ്റി പറയുന്നു. NA അതാണ് എന്താ? 6.022 × 10⁻23 എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണാനായി ഒരു എളുപ്പമാർഗം കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരു സബ്സ്റ്റൻസിൻ്റെ തന്നിട്ടുള്ള മാസ്, ഗിവൺ മാസിനെ അതിൻ്റെ മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന് നമ്പർ ഓഫ് മോൾസ് കിട്ടും. അതായത് ഇത് മെയിനായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് കെമിക്കൽ റിയാക്ഷനുകളിലാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിൻ്റെ SI യൂണിറ്റാണ് മോൾ. അതും പഠിച്ചോളണം. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ ടെമ്പറേച്ചർ കെൽവിനിൽ പറയുന്നു, ഡിസ്റ്റൻസ് നമ്മൾ മീറ്ററിൽ പറയുന്നു,
ടൈം നമ്മൾ സെക്കൻഡിൽ പറയുന്നു. അതുപോലെ മാറ്ററിൻ്റെ ക്വാണ്ടിറ്റി അളവ്, എണ്ണം, അതിൻ്റെ SI യൂണിറ്റ് ആണ് എന്ത്? മോള്, MOL എന്ന് സിമ്പിളായിട്ട് എഴുതും. എന്താണെന്ന് എഴുതും? മോൾ. അതായത് ഒരു മോൾ ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ അതിന് 6.022 × 10⁻23. ഓക്കെ, എവിടെയാണിത്? കെമിസ്ട്രിയിലാണ് സിഗ്നിഫിക്കൻ്റ് ആവുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് ഓഫ് റിയാക്റ്റൻ്റ് ആൻഡ് പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ ഹൈഡ്രോജനും ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്യുന്നു. ഇവിടെ എത്ര പാർട്ടിക്കിൾസ് നമുക്കറിയാമല്ലോ. ഹൈഡ്രോജനും ഓക്സിജൻ തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? H2O 2 ഹൈഡ്രോജൻ മോളിക്യൂളും ഒരു ഓക്സിജനും കൂടി ചേരുന്നു അല്ലേ. അപ്പോൾ ഈ എണ്ണം വേണ്ടേ അല്ലേ? നമുക്ക് ഈക്വൽ എണ്ണം റിയാക്റ്റൻറ്റുകൾ കൊടുത്താലല്ലേ ഈക്വൽ നമ്പർ ഓഫ് പ്രോഡക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഈ എണ്ണത്തിന് സിഗ്നിഫിക്കൻസ് വരുന്നത്. ഡെയിലി ലൈഫിലൊന്നും വരത്തില്ല. കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ മോൾ കോൺസെപ്റ്റ് ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? പാർട്ടിക്കിൾസുകളെ എണ്ണാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് കെമിസ്ട്രി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. എന്തിനു വേണ്ടിയിട്ട്? പാർട്ടിക്കിൾസിനെ എണ്ണാൻ വേണ്ടിയിട്ട്. എന്ത് പാർട്ടിക്കിൾസ്? ആറ്റമോ മോളിക്യൂളുകളോ അയോണോ ആയിരിക്കും. അത് വളരെ ചെറുതാണ്, നമുക്കതുകൊണ്ട് സിമ്പിളായിട്ട് എണ്ണാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു മോളിക്യൂൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഡസൺ എന്ന് പറയുന്ന വാക്കിന് സിമിലർ ആണ് ഒരു മോൾ. ഒരു ഡസണിൽ 12 എന്ന് പറഞ്ഞാൽ ഒരു മോളിൽ എത്ര കാണും? 6.022 × 10⁻23 പാർട്ടിക്കിൾസ് കാണും. ഈ എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു തെറ്റുണ്ട്. ഇവിടെ 10⁻23, ഇവിടെ റൈസ് ടു 23 എന്നാണ് വരുന്നത്. ഈ ലൈൻ ബാക്കി ഞാൻ നോട്ട് തരുമ്പോഴത്തേക്കും കറക്റ്റ് ചെയ്തേക്കാം. ഓക്കെ ആണല്ലോ. സോ ഇത് കെമിസ്ട്രിനെ എന്തിന് കൺവേർട്ട് ചെയ്യും? ഓക്കെ, ഒരു സബ്സ്റ്റൻസിൻ്റെ മാസിനെയും അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എത്രയെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കെമിസ്ട്രിയിലാണ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. സോ നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചു വെച്ചാൽ മതി. എന്താണ് മോൾ? കാണാതെ പഠിക്കേണ്ടത് ഈ പോയിന്റാണ്. മോളിൽ കിടക്കുന്നതല്ല. മോൾ ഈസ് എ യൂണിറ്റ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ലാർജ് നമ്പർ. 1 മോൾ എന്ന് വെച്ചാൽ എത്രയാണ്? അത് 6.022 × 10⁻23 ആണ്. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പോൾ ഈ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് SI യൂണിറ്റ് ആണ്. ഒരു മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എടുത്താൽ എത്ര കാണും? 6.022 × 10⁻23 എണ്ണം കാണും. സെറ്റാണ്. അവഗാഡ്രോ നിയമം ഓക്കെയാണ്. കണ്ടോ? ഈ പറയുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചതിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയോ, ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഇനി വരുന്ന റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോളാണ്. അതും കൂടി ഇപ്പോൾ പറഞ്ഞ കൺഫ്യൂഷൻ ആവും. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.